നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18 തിങ്കളാഴ്ചയാണ്. ചിങ്ങം 2. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. സംഗീത സംവിധായകൻ ജോൺസൺ മാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 14 വർഷം തികയുകയാണ്. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ പാട്ടോർമ്മകൾക്ക് 24-ന്റെ ആദരം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കൊച്ചിയിൽ 50 ലക്ഷം രൂപയുടെ ഹെറോയിൻ പിടികൂടി. 158 ഗ്രാം ഹെറോയിനാണ് എക്സൈസ് ആലുവയിൽ നിന്ന് പിടിച്ചെടുത്തത്. അസം സ്വദേശി മക്ബുൾ ഹുസൈൻ അറസ്റ്റിലായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു ഈ ലഹരിവേട്ട? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെയാണ് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ആലുവ ടൗൺ പരിസരത്ത് നിന്ന് 158 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരനെ പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചായിരുന്നു പരിശോധന. എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ സംശയം തോന്നി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ നിന്നാണ് ഇയാളുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ 158 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തത്. ഇത് ഏകദേശം 50 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിനാണ്. ചെറിയ കുപ്പികളിലാക്കി ഇതര സംസ്ഥാനക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇയാൾ എത്തിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ മുൻപും സമാനമായ കേസുകളിൽ പ്രതിയാണ് എന്നൊരു വിലയിരുത്തലാണ് എക്സൈസ് ഉള്ളത്. ഇയാളെ നിലവിൽ എറണാകുളത്തെ എക്സൈസ് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം റൂറൽ മേഖലയിലേക്കും അതോടൊപ്പം കൊച്ചി സിറ്റിയിലേക്കുമൊക്കെ ലഹരിയുടെ വരവ് വ്യാപകമായിട്ടുണ്ട്. അത് തടയുന്നതിന് വേണ്ടി പ്രത്യേക പരിശോധനകൾ എക്സൈസ് ആരംഭിച്ചു. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ 50 ലക്ഷം രൂപ വില വരുന്ന ഹെറോയിൻ കൊച്ചി എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരന്റെ പക്കൽ നിന്ന് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ തുടരാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ തീരുമാനം. ക്രിസ്റ്റീന, വിഷ്ണു, ഇത് എവിടെ നിന്ന് എത്തിച്ചു, എവിടേക്ക് കൊണ്ടുപോകുന്നു, ഏത് സംഘത്തിലെ കണ്ണികൾ, അങ്ങനെ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കുന്നുണ്ടോ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണമാണ് വരാൻ പോകുന്നത്. അതിനു മുന്നോടിയായി കൊച്ചിയിലേക്ക് ലഹരിയുടെ വരവ് കൂടുന്നു എന്നൊരു വിലയിരുത്തലുമുണ്ട്. അതിന്റെ ഭാഗമായി തുടർന്ന് നടക്കാൻ പോകുന്ന പരിശോധനകൾ, വിവരങ്ങൾ വിഷ്ണു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ എറണാകുളം ജില്ലയിൽ നിന്നും മാത്രം ഏകദേശം 100 കിലോ കഞ്ചാവ്, 1/2 കിലോളം MDMA ഒക്കെ പിടികൂടിയിട്ടുണ്ട്. അതായത് ഈ ഓണം പ്രമാണിച്ച് വിപണി ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാനക്കാരും അതോടൊപ്പം മലയാളികളും ബംഗളൂരുവിൽ നിന്നടക്കം ലഹരി എത്തിക്കുന്നതെന്നാണ് എക്സൈസിന്റെയും പോലീസിന്റെയും പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനോടകം തന്നെ കുറേയേറെ ലഹരി ഈ എറണാകുളം ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിലായി വിഘടിച്ച് കിടക്കുകയാണ്. അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക നടപടിയിലേക്കൊക്കെ എക്സൈസും പോലീസും കടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശോധനയുടെ ഭാഗമായാണ് ഇന്നലെ ആലുവ ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഇതര സംസ്ഥാനക്കാരനെ പിടികൂടിയത്. ഇയാൾ ആസം സ്വദേശിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അസമിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒക്കെ ലഹരി എത്തിക്കുന്ന സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ണി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതര സംസ്ഥാനക്കാർക്കിടയിലാണ് ഈ ഹെറോയിൻ കൂടുതലായും വിൽപ്പന നടത്തുന്നത്. അത് ചെറിയ ഡെപ്പുകളിലാക്കി 3000 മുതൽ 5000 രൂപ വരെ ഒരു ഡെപ്പിക്ക് നൽകിയാണ് ഇയാൾ വിപണനം നടത്തുന്നത്. അതുകൊണ്ട് ഇതിന്റെ ശൃംഖല അന്വേഷിച്ചുള്ള വ്യാപകമായ പരിശോധനയിലേക്ക് പോലീസ് എക്സൈസും കടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ ഡി ഹണ്ട് ഒരു ഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. 2 മാസം മുമ്പ് വരെ ആ ഘട്ടത്തിൽ എറണാകുളത്തേക്കും കൊച്ചി നഗരമേഖലകളിലേക്കും ഒക്കെയുള്ള ലഹരിയുടെ വരവ് വ്യാപകമായി കുറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള റെഗുലറായുള്ള പരിശോധനകൾ കുറഞ്ഞതാണ് വീണ്ടും ലഹരി സംഘങ്ങൾക്ക് അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകിയാൽ അവർ കൂടുതൽ കരുത്താർജിച്ച് വീണ്ടും വരാനുള്ള കാരണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ എക്സൈസ് തീരുമാനിച്ചത്. അത്തരത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാനക്കാരനെ പൂട്ടാൻ എക്സൈസിനായത്. ടിക്കറ്റ് ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു വിഷ്ണു സുരേഷ്. അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കിൽ പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി നടപടിക്കെതിരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നീക്കം. കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്ത് അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിന്റെ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് തന്നെ ഹൈക്കോടതി നിർത്തിവെച്ചത്. അതിനിടെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇതുവരെയും കരാർ കമ്പനിക്കോ ദേശീയപാത അതോറിറ്റിക്കോ സാധിച്ചിട്ടില്ല.
രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുന്നു. 2ാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടിയോടെയാണ് അവസാനിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ബീഹാറിലും ആവർത്തിച്ചു. വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമിട്ടത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് രാജ്യവ്യാപകമായി ഉണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു യാത്രയിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും ഇന്ന് വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികളുണ്ട്. അത് ആ സമയത്ത് ചെയ്യാതെ പിന്നീട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഇന്ന് വരാനിരിക്കുന്ന വിശദീകരണത്തെക്കുറിച്ചൊരു ടീസർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം വരുന്നു. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ 2ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ബീഹാറിൽ ഈ റാലി നടക്കും. 2ാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടികളോടെ ആയിരിക്കും അവസാനിക്കുക. വിവരങ്ങളുമായി വിനീത വിജി ചേരുകയാണ്. വിനീത, ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം, എന്നാലും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ റാലി 2ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റാലി, ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ മുനയൊടിക്കാനാകുന്ന ഒരു വിശദീകരണമാകുമോ ഉണ്ടാകുക എന്ന സാഹചര്യത്തിൽ ഇന്നത്തെ റാലി എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ക്രിസ്ത്യന, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള വാഗ്വാദങ്ങളും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ റാലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളൊക്കെ തള്ളുകയും ചെയ്തു. അത്തരത്തിലേക്ക് ആരോപണങ്ങൾ തള്ളുമ്പോഴും ആ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റാലി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ന് 2ാം ദിനമാണ്. 2ാം ദിനം 8 മണിയോടുകൂടിയാണ് റാലി 2ാം ദിനത്തിൽ ആരംഭിക്കുക. ഏതാണ്ട് വൈകിട്ട് 7:30 പൊതുസമ്മേളനത്തോടുകൂടി ഈ 2ാം ദിനത്തിലെ റാലിയും അവസാനിക്കും. നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്നത് ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് വോട്ടർമാരും ഒപ്പം തന്നെ സാധാരണക്കാരും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അദ്ദേഹത്തിനെ അവർ വരവേൽക്കുകയും ഒക്കെ ചെയ്തൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 16 ദിവസം കൊണ്ട് 30 ജില്ലകളിലൂടെ മുന്നോട്ട് പോകാനാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വിവിധ ജില്ലകളിലേക്ക് എത്തിയ ആ റാലിയിൽ അണിനിരക്കും. ഇങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ബീഹാറിൽ ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മഹാറാലി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തന്നെയായിരിക്കും ആരംഭിക്കുക. ശരി, വിനീത വിജി ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അതിർത്തി തർക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള വാങ് യിയുടെ സന്ദർശനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും തീരുവ ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിൽ എത്തുന്നത്. ഗാൽവൻ സംഘർഷത്തിന് പിന്നാലെ തകർന്ന ഇന്ത്യ ചൈന ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസാനഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനം. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സമിതികൾക്കിടയിലെ ചർച്ചയാണ് പ്രധാന അജണ്ട. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാകും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെയും വാങ് യി കാണും. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈന സന്ദർശിക്കുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഷീ ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കും തീരുവ ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ സന്ദർശനത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഈ നടപടിക്ക് പിന്നാലെ ഇന്ത്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച എസ് ജയശങ്കർ റഷ്യയിലേക്ക് തിരിക്കും. 24 ഡൽഹി. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് സമ്മേളിക്കും. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിലുണ്ടാകും. ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം വോട്ടർ പട്ടിക വിഷയത്തിലെ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിന്റെ നടപടികൾ തുടങ്ങുമ്പോൾ ഒരു അഭിനന്ദനമുണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിനോട് സഹകരിക്കാതിരിക്കില്ല. അതേസമയം അവരുടേതായ ചില ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഈ വോട്ടർ അധികാർ റാലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇന്ന്
സഭയിൽ ഉണ്ടാവുക? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. കഴിഞ്ഞ 18 ദിവസമായി പാർലമെന്റിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും സമ്മേളിക്കുന്ന ഘട്ടത്തിലും ഈ ഒരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ വോട്ടധികാർ യാത്ര പുരോഗമിക്കുന്നു. എന്നാൽ പാർലമെന്റിലും ആ പ്രതിഷേധം തുടരുക. രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ എത്തില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. മറ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടരും. അത് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി മകരകവാടത്തിലും പാർലമെന്റ് സമ്മേളിച്ചാൽ സഭകളിലും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി ഇന്ത്യ സഖ്യത്തിന്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട് പാർലമെന്റ് കെട്ടിടത്തിൽ തന്നെ. ആ ഒരു യോഗത്തിലായിരിക്കും തുടർ പ്രതിഷേധങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക. പ്രത്യേകിച്ചും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ഈ സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം എന്നുള്ളത് ബഹിരാകാശ നിലയത്തിലെ യാത്ര പൂർത്തിയാക്കി വന്ന ശുഭാൻശു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ലോക്സഭയിലെ ഏറ്റവും അവസാനത്തെ ഐറ്റമായാണ് ഈ ഒരു ചർച്ച ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വികസിത ഭാരതത്തിനായി ബഹിരാകാശ പരിപാടിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ നിർണായകമായ പങ്ക് എന്നുള്ളതാണ് വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നാൽ സഹകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനവും ഇന്ന് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിലായിരിക്കും ഉണ്ടാകുക. അതേസമയം മറ്റ് എല്ലാ പരിപാടികളിലും ഘട്ടത്തിലും ശക്തമായ പ്രതിഷേധം തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഇതുവരെയും നിശ്ചയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, റീജൻ. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് ചേരാൻ പോവുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ശുഭാംശു ശുക്ലയ്ക്ക് അഭിനന്ദനം നേരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാകും പ്രതിപക്ഷം, അതിനോട് സഹകരിക്കും പ്രതിപക്ഷം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. മലബാർ മേഖലയിൽ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തൃശൂരിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഈ 5 ജില്ലകളിലെയും വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നു, ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു, പെട്ടെന്ന് തന്നെ തോർന്നു പോകുന്നു എന്നുള്ളതിനാൽ തന്നെ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡാമുകളുടെ പരിസരത്തും പുഴയുടെ തീരങ്ങളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ നടക്കുന്ന ഓണപരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവയുടെ പിന്നീടുള്ള തീയതി, ആ പരീക്ഷകളൊക്കെ പിന്നീട് എപ്പോഴായിരിക്കും നടക്കുക എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും. CBSE, ICSE സ്കൂളുകൾക്കുൾപ്പെടെ അവധി ബാധകമാണ്. മദ്രസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കണമെന്ന നിർദ്ദേശമുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിശക്തമായ മഴ പലയിടങ്ങളിൽ പെയ്യുന്നു. നഗരപ്രദേശങ്ങൾ, കോഴിക്കോടൊക്കെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ്. താമരശ്ശേരി പോലെയുള്ള മലയോര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ പുഴയുടെ കരകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനുൾപ്പെടെ പല മേഖലകളിലും വിലക്കുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വടക്കൻ മേഖലകളിൽ നിന്നുള്ള അറിയിപ്പ്. ക്രിസ്റ്റീന, റിജിത്ത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വടക്കൻ കേരളത്തിൽ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. VC നിയമന വിവാദങ്ങൾക്കിടെ ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇന്ന് ചേരും. 3 മാസത്തിനു ശേഷമാണ് യോഗം ചേരുന്നത്.
സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് സമർപ്പിച്ചതും ചിപ്പ് നിർമ്മാണത്തിലെ അപാകതയും യോഗത്തിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. ഫൈനാൻസ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ സർവകലാശാല പ്രൊജക്ട് ഓഡിറ്റുകളും നടന്നിട്ടില്ല. VC ഡോക്ടർ സീസ തോമസിന്റെ നിയമനത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം നീണ്ടുപോയത്. രാവിലെ 11 മണിക്കാണ് യോഗം. സാങ്കേതിക സർവകലാശാല അക്കാഡമിക് ഡീനിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കടുത്ത അതൃപ്തി. വൈസ് ചാൻസലറുടെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തി അറിയിക്കാനാണ് ആലോചന. അക്കാദമിക് ഡീനിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. വിശദീകരണം ചോദിക്കാനും നടപടിയെടുക്കാനും VCക്ക് അധികാരമില്ല. ഡീനിന്റെ നിയമനാധികാരി സർക്കാരും മേലധികാരി സിൻഡിക്കേറ്റുമാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. നോട്ടീസിൽ മറുപടി സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ഡീൻ നൽകുക. കൂടുതൽ വാർത്തകളിലേക്ക്. കത്ത് ചോർച്ച വിവാദത്തിനിടെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പാർട്ടി നേതാക്കൾ UK-യിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PBക്ക് നൽകിയ പരാതി ചോർന്നെന്ന ആരോപണം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ വിഷയം, ഈ കത്ത് വിവാദം, അത് പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തു കഴിഞ്ഞു. CPIMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പ്രതിപക്ഷം കടന്നിട്ടുണ്ട്, അത് കടുപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. PB ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പുതിയ വിവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇത് സാധാരണ ഒരു യോഗമാണ്. അതായത് 1.5 മാസത്തിനിടെ ഒരു നേതൃയോഗം, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി യോഗം എങ്കിലും ചേർന്നിരിക്കണമെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന അജണ്ടയിൽ ചേരുന്ന യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. എന്നാൽ അതിനിടെയാണ് ഈ കത്ത് ചോർച്ച വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് ഈ വിവാദത്തിൽ 2 വിഷയങ്ങളാണ് പാർട്ടിയെ ബാധിക്കുന്നത്. ഒന്ന്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു പാർട്ടി അനുഭാവി നൽകിയ കത്ത് അത് ചോരുകയും അത് കോടതിയിലൊരു രേഖയായി സമർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കത്ത് ചോർന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നു. അത് പാർട്ടി അനുഭാവി തന്നെ ആരോപിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ വഴിയാണ് ഈ കത്ത് ചോർന്നത് എന്നുള്ളതാണ്. അത് ഗൗരവതരമാണ് ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെയാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട അത് പാർട്ടി നേതാക്കളുടേതടക്കമുള്ള ഇടപാടുകൾ, പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ ഈ ഒരു കത്തിൽ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ആ ഒരു കത്താണ് പൊതുജനമധ്യത്തിലേക്ക് ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് എന്നുള്ളതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും സമീപകാലത്തായി ഉയർന്നു വന്ന ഒരു വിവാദം എന്ന നിലയിലും ഒപ്പം തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് തന്നെ ഈ പരാതിക്കാരൻ ഈ കത്ത് ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം അദ്ദേഹം മാഹി സ്വദേശിയായ ഷർഷാദ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായി സ്വാഭാവികമായും തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുന്നിൽ ചർച്ചയ്ക്കായി വരേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ വൈകിട്ട് എത്തേണ്ടതായിരുന്നു ഡൽഹിയിൽ. എന്നാൽ ആ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്ന് എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഇല്ല. ഒറ്റ ദിവസത്തെ യോഗമാണ് ഇന്ന് ചേരുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് എത്തുന്നത്. ഇതിൽ എടുക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്ന നിലപാടുകൾ എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. റിജിത്ത്, ക്രിസ്റ്റീന. ശരി, പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ സ്വകാര്യ സ്വഭാവമുള്ള ഒരു കത്ത് അതെങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു തെളിവായി എത്തി എന്നത് പാർട്ടിയെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും, അക്കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകുമോ എന്ന് നോക്കിക്കാണാം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് കുര്യൻ തോമസിന്റെ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക. പോലീസ് ജാമ്യ ഹർജി എതിർക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും വേടനെ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയെ അറിയിക്കും. 2021 മുതൽ 23 വരെ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. പരാതിക്ക് പിന്നാലെ വേടനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒളിവിലാണ് എന്നാണ് വിവരം. ഫിലിം
ചേംബർ ഭാരവാഹി തെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന ഇന്ന്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും സജി നന്ദ്യാട്ടും പത്രിക സമർപ്പിച്ചിരുന്നു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള സജി നന്ദ്യാട്ടിന്റെ രാജി അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അംഗീകരിച്ചിരുന്നു. സംഘടനയ്ക്കുള്ളിൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്ന ആരോപണവുമായി സജി നന്ദ്യാട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു രാജി. ഈ മാസം 27-നാണ് ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പ്. ഇനി ചില അറിയിപ്പുകൾ. പാലക്കാട് പത്തിരിപ്പാല GVHSSൽ സംസ്കൃത അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന്. എറണാകുളം കടയിരുപ്പ് ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ NRI സീറ്റുകളിലേക്ക് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നടക്കുക ഈ മാസം 19, 20 തീയതികളിൽ. ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. അഭിമുഖം ഈ മാസം 22-ന് രാവിലെ 10-ന്. കാസർഗോഡ് പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫുൾ ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്വീപ്പർ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. കണ്ണൂർ എട്ടിക്കുളം MMSS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 20-ന് നടക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലികൾ ചെയ്യണമെന്ന ഉത്തരവുമായി വിദ്യാഭ്യാസ വകുപ്പ്. അതിനുവേണ്ടി പ്രിൻസിപ്പൽമാരുടെ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ക്ലർക്ക്, ലൈബ്രറിയൻ, മീനിയൽ തസ്തികകൾ ആവശ്യപ്പെട്ട് എറണാകുളം വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ അപേക്ഷയിലാണ് വകുപ്പിന്റെ ഉത്തരവ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ സമയ ക്ലർക്കിന് ചെയ്യേണ്ട ജോലികൾ ഒന്നും തന്നെയില്ല. പ്രസ്തുത ജോലി കൂടി ചെയ്യേണ്ടതിനാണ് പ്രിൻസിപ്പലിന് അധ്യാപനം ആഴ്ചയിൽ 8 പീരീഡായി ചുരുക്കി നിശ്ചയിച്ചതെന്നും ഉത്തരവിൽ പറയുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശരാശരി ഒരു ദിവസം 2 മണിക്കൂറിലധികം ജോലിഭാരമില്ല. നിലവിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അത്യാവശ്യമില്ലാത്ത തസ്തികകൾ അനുവദിക്കാനാകില്ല. ഏതെങ്കിലും ഒരു സ്കൂളിന് അനുവദിച്ചാൽ മറ്റ് സ്കൂളുകളും തസ്തിക ആവശ്യപ്പെടും. അത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടാക്കുമെന്നും വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപക തസ്തികയിലേക്കാണ് അതാത് പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നത്. ഒരു ചുമതലയ്ക്ക് പുറമെ അധിക ഭാരം കുറയ്ക്കുന്നതിന് പ്രിൻസിപ്പൽമാരുടെ അധ്യാപനം 8 പീരീഡായി സർക്കാർ ക്രമീകരിച്ചെന്നും ഉത്തരവിലുണ്ട്. പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഇത് പിൻവലിച്ച് ജോലിക്കാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. 24. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി ഇന്ന് രൂപീകരിച്ചേക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പട്ടിക സമർപ്പിക്കാൻ കൂടുതൽ സമയം ചാൻസലർ തേടിയതോടെയാണ് ഇന്നത്തേക്ക് മാറ്റിയത്. സംസ്ഥാന സർക്കാർ ഇതിനോടകം പട്ടിക കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ വിഷയത്തിൽ ഏത് രീതിയിലായിരിക്കും ഇന്ന് സുപ്രീം കോടതിയുടെ നടപടികൾ ഉണ്ടാവുക? ക്രിസ്റ്റീന, റീജിത്ത്, ഏറെക്കാലമായി ഗവർണറും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ഒരു ഏറ്റുമുട്ടലിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ പരിഹാരമാകാൻ പോകുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഇന്ന് സുപ്രീം കോടതി രൂപം നൽകും. ഇതിനായി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പട്ടിക, സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ. എന്നാൽ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇന്ന് അറ്റോർണി ജനറൽ ഈ ചാൻസലറുടെ പട്ടിക സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ആയിരിക്കും UGC അംഗത്തെ പ്രതിനിധി കൂടി ഉൾപ്പെടുത്തിയുള്ള സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകുക. ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഈ സാങ്കേതിക സർവകലാശാല VCയുടെ നിയമനത്തിൽ ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന, റീജൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാർത്താലോകം.
വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈന് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനം ചരിത്രപരമെന്ന് സെലൻസ്കിയും പ്രതികരിച്ചു. ഡോൺബാസ് പ്രവിശ്യയിലെ ഡോണറ്റ്സ് വിട്ടുകൊടുത്താൽ മറ്റിടങ്ങളിൽ നിന്നും പിന്മാറാമെന്നാണ് പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈനിലെ കുട്ടികളുടെ നിഷ്കളങ്കത ഓർമ്മിപ്പിച്ച് വ്ളാദിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപിന്റെ കത്ത്. ഏത് രാജ്യത്താണെങ്കിലും കുട്ടികൾ ഒരുപോലെയാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ യുക്രൈനിലെ കുട്ടികൾ ഇന്ന് ഇരുട്ടിലാണ് എന്നും അതിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്തോഷത്തോടെയുള്ള അവരുടെ ചിരി തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കുമെന്ന് കത്തിൽ മെലാനിയ ചൂണ്ടിക്കാട്ടുന്നു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വെടിവെപ്പ് നടന്നത് പിക്കപ്പ് വാഹനത്തിന് നേരെ. 7 പേർ കൊല്ലപ്പെട്ടു. വെടിവെപ്പിന്റെ കാരണം വ്യക്തമല്ല. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണത്തിൽ 57 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയർന്നു. 337 പേർ മരിച്ചു. 150 പേർക്ക് പരിക്ക്. ന്യൂയോർക്കിൽ വാക്ക് തർക്കത്തിന് പിന്നാലെ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. സ്മോലൻസ്ക് ആണവ നിലയത്തിന് നേരെയുള്ള യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തടഞ്ഞതായി റഷ്യ വ്യക്തമാക്കി. തെക്ക് പടിഞ്ഞാറിൽ സ്ഥിതി ചെയ്യുന്ന സ്മോലൻസ്ക് ആണവ നിലയത്തിൽ 3 RBMK റിയാക്ടറുകളാണുള്ളത്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പദവി ദുരുപയോഗം ചെയ്ത് കോടികൾ സമ്പാദിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ വിജിലൻസിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് ഷമ്മാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എന്താണ് പ്ലെയിൻ സ്പോട്ടിംഗ് എന്നറിയാമോ? വിവിധ വിമാനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്ത ഈ വിനോദം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു മിടുക്കിയുണ്ട് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ ഏക വനിതാ പ്ലെയിൻ സ്പോട്ടറുടെ വിശേഷങ്ങൾ അറിയാം. ആകാശം മുട്ടേ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി. ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ലെങ്കിലും അതിനു പുറകെയുള്ള യാത്ര തുടങ്ങിയിട്ട് കാലം കുറച്ചാകുന്നു. കണ്ണിൽപ്പെടുന്ന ഓരോ വിമാനവും അവൾ ക്യാമറയിൽ പകർത്തും. ക്ഷമയോടെ കാത്തിരിക്കും. ശബ്ദം കേട്ട് വിമാനമേതെന്ന് തിരിച്ചറിയും. കേരളത്തിലെ ആദ്യ വനിതാ പ്ലെയിൻ സ്പോട്ടറായ 18 വയസ്സ് മാത്രം പ്രായമുള്ള അനാമികയാണ് കഥയിലെ താരം. ആദ്യം സംഗതി ഗൗരവമല്ലായിരുന്നെങ്കിലും ഇന്നത് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒടുവിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരത്തിറങ്ങിയപ്പോഴും അവൾ ക്ഷമയോടെ കാത്തിരുന്ന് ചിത്രങ്ങൾ പകർത്തി. പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒബ്സർവേഷനും ഈ നമ്മൾ അതിനു വേണ്ടി കുറേ സമയം അങ്ങ് ചെലവഴിക്കണം. അപ്പം അതിൻ്റെ കൂടെ അതൊരു ഭാഗമായിട്ട് മാറും. ഇത് എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നൊരിതില്ലല്ലോ. അപ്പം എപ്പോൾ വേണമെങ്കിലും ആവാം. അപ്പം എല്ലാം റെഡിയായിട്ടായിരുന്നു ആ സമയം നിന്ന്. എന്നിൽ നിന്ന് ആൾക്കാർ കുറേ മനസ്സിലാക്കിയത്. ലൈക്ക് എൻ്റെ പിക്ചേഴ്സിൽ നിന്നാണ് ഈ ബേർഡ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള സംഭവം ഇപ്പോൾ കുറച്ചും കൂടെ ഇത് പ്രചാരത്തിൽ വന്നേക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്താണ് അനാമികയുടെ വീട്. ചെറുപ്പം മുതൽ കണ്ടുവളർന്നത് വിമാനങ്ങളെയാണ്. ഇതേ മേഖലയിൽ തന്നെ കമ്പമുള്ള അച്ഛൻ ഗോപകുമാർ അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമുണ്ട്. കുട്ടിക്കാലത്തെ ഞാനും ഇതേപോലെ ഫ്ലൈറ്റുകളുടെ പടം എടുക്കാനായിട്ട് ഇറങ്ങി നടക്കുന്ന അവസരത്തിൽ അവളെയും കൂടെ കൂട്ടും. ചെറുപ്രായത്തിൽ തന്നെ ചില നല്ല ഫ്രെയിംസുകളൊക്കെ ഉള്ളതായിട്ട് എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു. ഇന്ന് കുട്ടിക്കാലത്ത് എടുത്ത പടങ്ങളിലും ഇതേപോലെ തന്നെ
ശ്രദ്ധേയമായ ചില നല്ല ഫ്രെയിംസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെറുതെ അങ്ങ് ചിത്രങ്ങൾ എടുക്കുകയല്ല, മറിച്ചവൾ കുറച്ച് കണ്ടെത്തലുകൾ കൂടി നടത്തുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷികളുടെ സാന്നിധ്യമുണ്ട്. പക്ഷികളും വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയേറെയാണെന്നും അനാമിക പറയുന്നു. 24 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ മദ്യലഹരിയിൽ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്താവ് മനോജിനെതിരെ കേസെടുത്തു. പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, പുതിയ വിവരങ്ങൾ എന്താണ് ഗോകുൽ? ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഭാര്യയായിട്ടുള്ള നിഷയെ ഭർത്താവ് മനോജ് കുത്തി പരിക്കേൽപ്പിച്ചത്. കഴുത്തിന് കുത്തിപ്പിടിച്ച ശേഷം മുഖത്ത് കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ആ സമയത്ത് നിഷ പ്രതിരോധിച്ചു. തടയാൻ ശ്രമിച്ച സമയത്ത് നിഷയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. മനോജ് തന്നെയാണ് നിഷയെ പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ മനോജിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കട്ടിപ്പാറ മുണ്ടക്കാംപറമ്പിൽ നിഷയ്ക്കാണ് ഇന്നലെ ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മദ്യലഹരിയിലായിരുന്നു ഭർത്താവ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, നേരത്തെ തന്നെ മദ്യലഹരിയിൽ വന്ന് നിഷയെ ഭർത്താവ് പലതരത്തിൽ ഉപദ്രവിക്കുകയായിരുന്നു എന്ന വിവരവും പരിസരവാസികൾ പറയുന്നുണ്ട്. താമരശ്ശേരി പോലീസാണ് ഇപ്പോൾ സംഭവത്തിൽ മനോജിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മനോജിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതായും പോലീസ് അറിയിക്കുന്നു. റിജിത്ത്, ശരി, ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട്ട് നിന്ന് താമരശ്ശേരിയിൽ മദ്യലഹരിയിൽ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്താവ് മനോജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് കുണ്ടംകുഴിയിൽ സ്കൂൾ പ്രധാനാധ്യാപകന്റെ അടിയേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയ സംഭവം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷിക്കും. അടിയേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തും. അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊരു മർദ്ദനം കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ബാലാവകാശ കമ്മീഷൻ അടക്കം കേസെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? രജിത്ത്, ക്രിസ്റ്റീന, DD നിലവിൽ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഹെഡ്മാസ്റ്ററുടെ അടിയേറ്റ വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയ കേസിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ തയ്യാറായിരിക്കുന്നത്. കാസർഗോഡ് DD മധുസൂദനൻ TVക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. ഇന്ന് 11 മണിയോടുകൂടി DD സ്കൂളിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അഭിനവ് കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തും. ഇന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട്. 10ാം ക്ലാസ്സിലാണ് അഭിനവ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ അസംബ്ലിക്ക് നിൽക്കുന്നതിനിടെ അഭിനവ് കൃഷ്ണയെ ഹെഡ്മാസ്റ്റർ വേദിയിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് കരണത്തടിക്കുകയും ചെയ്തത്. അതിനുശേഷം കുട്ടിക്ക് ചെവിവേദന രൂക്ഷമായപ്പോഴാണ് ആശുപത്രിയിൽ കാണിച്ച് ഈ കർണപുടം പൊട്ടിയ സംഭവം രക്ഷിതാക്കളും അറിയുന്നത്. ഇന്നിപ്പോൾ ബേഡക പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് കേസുമായി മുന്നോട്ട് പോവാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയടക്കം വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ അന്വേഷണം ഉത്തരവായിരിക്കുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, റീജി. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓണപ്പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ഇന്നു മുതൽ പരീക്ഷകൾ തുടങ്ങുന്നത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതൽ പരീക്ഷ തുടങ്ങും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 26-നാണ് പരീക്ഷകൾ സമാപിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 27 വരെയാണ് പരീക്ഷകൾ. ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക മാർഗരേഖ നേരത്തെ പുറത്തിറക്കിയിരുന്നു. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യപേപ്പറുകൾ അടങ്ങിയ പാക്കറ്റുകൾ തുറക്കാവൂ എന്നതാണ് പ്രധാന നിർദ്ദേശം. വാഹന ലോകത്തെ അടുത്തറിയാൻ എക്സ്പോയുമായി KSRTC. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ KSRTC ബസ്സുകളുടെ മെഗാ ലോഞ്ചിനൊപ്പമാണ് 3 ദിനം നീണ്ടു നിൽക്കുന്ന എക്സ്പോ. മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്നാണ് KSRTC ഈ മാസം 21 മുതൽ 24 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ട്രാൻസ്പോ 2025 ഗതാഗത ലോകത്തെ വിസ്മയ കാഴ്ചകൾ. ട്രാൻസ്പോ 2025 KSRTC MVD മോട്ടോ എക്സ്പോ എന്നാണ് ഉദ്യമത്തിന് പേര്. ഈ മാസം 21-ന് തിരുവനന്തപുരം ആനയറയിൽ വെച്ച് ആധുനിക സൗകര്യങ്ങളോടെ നിരത്തിലിറക്കുന്ന KSRTC ബസ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പിറ്റേ ദിവസം മുതൽ കനകക്കുന്നിൽ എക്സ്പോ ആരംഭിക്കും. വിവിധ ട്രാൻസ്പോർട്ട്, ഓട്ടോമൊബൈൽ, മൊബിലിറ്റി, ടൂറിസം, ടെക്നോളജി, സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എക്സ്പോയുടെ ഭാഗമാവും.
KSRTCയുടെ ചരിത്രവും വർത്തമാനവും പൊതുജനങ്ങളിലേക്ക് നേരിട്ട് അനുഭവഭേദ്യമാകുന്ന നിലയിലാണ് എക്സ്പോ ക്രമീകരിച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ടെക്നോളജികൾ, മൊബിലിറ്റി ഉൾപ്പെടെ KSRTCയുടെ ഇതുവരെ ചരിത്രം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള എക്സ്പോയും പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വരെയുള്ള വാഹനങ്ങളുടെ പ്രദർശനവും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാകത്തക്ക രീതിയിലാണ് ഈ സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാ സമയത്തും ടെക്നോളജി ബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഉണ്ടാകും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ച ആശയമാണ് നടപ്പിലാക്കുന്നത്. സന്ദർശകർക്ക് വാഹനങ്ങൾ നേരിട്ട് കാണാനും അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും പരീക്ഷണ യാത്രകൾ നടത്താനും സംവിധാനമൊരുക്കും. KSRTC കുടുംബത്തിലെ കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വയനാട്ടിലെ എടവക കൃഷിഭവന് കീഴിൽ നടന്ന കർഷക ദിനാഘോഷം അല്പം വേറിട്ടതായിരുന്നു. സാധാരണയായി നടക്കാറുള്ള പരിപാടികൾക്ക് പുറമെ കർഷകർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് ആഘോഷം അവസാനിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ വളർത്തുമൃഗങ്ങൾ വരെയാണ് സമ്മാനമായി നൽകിയത്. എടവക പഞ്ചായത്തിലെ കർഷകരത്രയും ഒരു വലിയ ഹാളിലേക്ക് ചുരുങ്ങി. കാർഷിക സെമിനാറും കർഷക സദസ്സും ഉൾപ്പെടെ സ്ഥിരം പരിപാടികൾ ആദ്യം. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ, പിന്നെ കലാപരിപാടികൾ, തുടർന്ന് വിവിധതരം മത്സരങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാനങ്ങളുടെ വിതരണം. സമ്മാനങ്ങളായി നൽകിയതത്രയും കർഷകരുടെ മനസ്സ് നിറയ്ക്കുന്നവയായിരുന്നു. വെട്ടുകത്തിയും കൈക്കോട്ടും പിക്കാസും പുല്ലുവെട്ടി യന്ത്രവും മുതൽ കോഴിയും താറാവും ആടും പശുക്കിടാവും ഒക്കെയായിരുന്നു സമ്മാനങ്ങൾ. വന്നവർക്കൊന്നും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നില്ല. കൃഷി ഓഫീസറായ KG സുനിലും സഹപ്രവർത്തകരുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. കർഷകരോട് എന്നും ഒപ്പം നിൽക്കുക, ചേർന്ന് നിൽക്കുക എന്ന സമീപനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ വിശാലമായ രീതിയിലുള്ള കർഷക ദിനം ആചരിച്ചു വരുന്നത്. പഞ്ചായത്തിൻ്റെതടക്കം പിന്തുണയിൽ കർഷക ദിനാചരണം ഗംഭീരം. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സമ്മാനങ്ങൾ നൽകി, അവർക്ക് സദ്യ നൽകി, അവരുടെ മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്ന് അവർ ഇടവക ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. പരിപാടിക്കെത്തിയ കർഷകർക്കും ആഹ്ലാദം. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും നറുക്കെടുപ്പിലൂടെ വിവിധങ്ങളായ വിലമതിപ്പുള്ള സമ്മാനങ്ങൾ കൃഷി ഓഫീസർ KG സുനിലിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും നൽകി എന്നുള്ളതാണ്. മണ്ണിനെ പൊന്നാക്കുന്ന എടവകയിലെ കർഷകർക്ക് ലഭിച്ചത് ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു പകൽ. 24 വയനാട്. ഇനി പത്തനംതിട്ട തുമ്പമണ്ണിലുള്ള ഒരു അഗതി മന്ദിരത്തിലേക്കാണ്. ഇവിടെ മനുഷ്യർക്കൊപ്പം അന്തേവാസികളായുള്ളത് 40ഓളം പൂച്ചകളാണ്. ബെത്സേധാം അഗതി മന്ദിരത്തിന്റെയും സന്തോഷ് ജോർജ് അച്ഛന്റെയും വിശേഷങ്ങളാണ് ഇനി. കുന്നിൻമുകളിലെ അഗതി മന്ദിരത്തിൽ ഇപ്പോൾ ഇവരുടെ ആധിപത്യമാണ്. അഗതി മന്ദിരത്തിന്റെ ഡയറക്ടർ ഫാദർ സന്തോഷ് ജോർജിന്റെ പ്രിയപ്പെട്ട പൂച്ചകൾ. ചെറുതും വലുതുമായ 40ലധികം പൂച്ചകളുണ്ട്. പേർഷ്യൻ പൂച്ചകളാണ് കൂടുതലും. ചെറുപ്പം മുതൽ പൂച്ചകളോട് തോന്നിയ ഇഷ്ടമാണ് അവയ്ക്കായി കൂടി ഒരു ഇടമെന്ന ആശയത്തിലേക്ക് ഫാദർ സന്തോഷ് ജോർജിനെ എത്തിച്ചത്. ഈ പൂച്ചക്കുട്ടികളുടെ കളികൾ കാണുക എന്നത് തന്നെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്നുവെന്ന് ഫാദർ സന്തോഷ് ജോർജ്. 30ലധികം വരുന്ന പേർഷ്യൻ ക്യാറ്റ്സുകൾ ഇപ്പോൾ നിലവിലൂടെ ഉണ്ട്. മനോഹരമായ അവരുടെ സാന്നിധ്യം ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ്. അത് മാത്രമല്ല, നിരവധി കിളികളെ, ബ്രാൻഡായിട്ടുള്ള നിരവധി കിളികളെ ഇവിടെ നമ്മൾ ബെത്സേദ സംരക്ഷിച്ചു വരുന്നുണ്ട്. പൂച്ചകൾക്ക് മാത്രമല്ല മറ്റ് വളർത്തുമൃഗങ്ങൾക്കും ഇവിടെ ഇടമുണ്ട്. 24 പത്തനംതിട്ട. റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും. ഉപേക്ഷിക്കപ്പെടുന്ന പൈതങ്ങൾക്ക് കരുതലായി കോഴിക്കോട്ടും അമ്മത്തൊട്ടിലൊരുങ്ങി. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമാറ്റിക് അമ്മത്തൊട്ടിലാണ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങിയത്. ബീച്ച് ആശുപത്രിയുടെ പ്രധാന കെട്ടിടത്തോട് ചേർന്നാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കെട്ടിടത്തിൽ അമ്മത്തൊട്ടിൽ പ്രവർത്തനം ആരംഭിച്ചത്. സെൻസർ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക തൊട്ടിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അമ്മത്തൊട്ടിലിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുവാനും അവരെ സമൂഹത്തിനൊപ്പം വളർത്തുന്നതിനും വേണ്ടിയാണ് ശിശുക്ഷേമ സമിതി ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്.
കുഞ്ഞുമായി എത്തുന്നവർ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച മുറിക്ക് മുന്നിലെ സ്വിച്ച് അമർത്തുന്നതോടെ വാതിൽ തുറക്കും. തൊട്ടിലിൽ കുഞ്ഞിനെ വെച്ചു കഴിഞ്ഞാൽ സെൻസർ സംവിധാനം ഉപയോഗിച്ച് മുറിക്കുള്ളിലെ വെളിച്ചവും ടെലിവിഷനും പ്രവർത്തിക്കും. തുടർന്ന് ടെലിവിഷനിൽ നിന്ന് നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ച ശബ്ദ സന്ദേശം കേൾക്കാം. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രം തിരിച്ചു പോകാമെന്നും കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്നുമാണ് സന്ദേശം. മുറിക്കുള്ളിൽ നിന്ന് വ്യക്തി തിരിച്ചുപോയ ശേഷം മാത്രം മുറിയിലെ ക്യാമറ പ്രവർത്തിക്കുകയും കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. കുഞ്ഞിനെ ഉപേക്ഷിച്ചയാളുടെ സ്വകാര്യത ഉറപ്പാക്കിയാണ് ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. കുട്ടിയെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ക്യാമറ ഓൺ അല്ല. കുട്ടിയെ കൊണ്ടുവച്ച് പുറത്തിറങ്ങി ഡോറ് ലോക്കായി കഴിഞ്ഞാൽ മാത്രമേ ക്യാമറ ഓൺ ആവുള്ളൂ. അപ്പോൾ കുട്ടിയുടെ മൂവ്മെന്റ് അടക്കം അറിയാൻ കഴിയുന്ന രൂപത്തിൽ അത് തിരുവനന്തപുരത്ത് നിന്ന് അറിയാൻ സാധിക്കും, ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന് അറിയാൻ സാധിക്കും. പ്രത്യേക ആപ്പ് വഴി കുഞ്ഞ് അമ്മത്തൊട്ടിലിൽ എത്തിയ വിവരം ബന്ധപ്പെട്ടവർക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കും. തുടർന്ന് കുഞ്ഞിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്യും. 24 കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ ഒരുക്കി തിരുവനന്തപുരം പൂത്തി സ്വർണ്ണമഹൽ. സോറ എന്ന പേരിൽ തുടങ്ങിയ പുതിയ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് വിമൻസ് കോളേജ് ചെയർപേഴ്സൺ ഫിദ ഫാത്തിമ, ആയുർവേദ കോളേജ് ചെയർപേഴ്സൺ അദിതി തമ്പി, കോളേജ് വിദ്യാർത്ഥികളായ സ്നേഹ പോൾ, വിനയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിപണിയിൽ ജനകീയമാക്കാനുള്ള ആശയമാണ് പുതിയ പദ്ധതിക്ക് പിന്നിൽ. ഉദ്ഘാടന ചടങ്ങിൽ പോത്തി സ്വർണ്ണമഹൽ ഡയറക്ടർ അശോക് പോത്തി, മഹേഷ് പോത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ അന്വേഷണ പുരോഗതി കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ പങ്കുവയ്ക്കും. ലഭ്യമായ വിവരങ്ങൾ നിയമസഭയിൽ പങ്കുവയ്ക്കാൻ തയ്യാറാണെന്നും SIT അന്വേഷണം ഉടൻ നിർത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്, കേസും വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നും മന്ത്രി പ്രതികരിച്ചു. അതിനിടെ അന്വേഷണത്തിനെതിരായ BJP കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അപലപിച്ച് വിവിധ എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും രംഗത്തെത്തി. മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഇന്ന് പുനരാരംഭിച്ചേക്കും. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആദ്യം വധശിക്ഷ നീട്ടിവെച്ചു, പിന്നീട് റദ്ദു ചെയ്തു. ഞങ്ങളുടെ പണി അതോടെ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി സർക്കാരാണ് വേണ്ടതൊക്കെ ചെയ്യേണ്ടതെന്നും കാന്തപുരം വ്യക്തമാക്കി. റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. അതൊന്നിപ്പോൾ നമുക്ക് ഇവിടെ ഇതുകൊണ്ട് പറയാൻ കഴിയില്ല. ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി, പിന്നീട് അത് റദ്ദു ചെയ്തു. ഞങ്ങളുടെ പണി അതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ ഗവൺമെൻറ്റാണ് അതിന് വേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്ന് തന്നെയാണല്ലോ ഞങ്ങളുടെ വിശ്വാസം. പാലക്കാട് ഭവാനിപ്പുഴയിൽ 2 വിനോദസഞ്ചാരികളെ കാണാതായിട്ട് 2 ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല. ഭവാനിപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. അപകടകരമായി വെള്ളത്തിലിറങ്ങുന്ന വിനോദസഞ്ചാരികളെ തടയാനാകുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ആദ്യമൊരു പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാമത്തെ ദിവസം കോയമ്പത്തൂർ സ്വദേശികൾ ഇവിടെ ഭവാനിപ്പുഴയിൽ കുളിക്കാൻ വന്ന 2 യുവാക്കൾ കാണാതായിട്ട് ഇന്നത്തോടെ 3 ദിവസമായി. ഇന്ന് കണ്ടുകിട്ടാൻ സാധ്യതയില്ല, കണ്ടിട്ടില്ല. അതേസമയം ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് ഭവാനിപ്പുഴയിലും ശിരുവാണിപ്പുഴയിലും കുളിക്കുന്നുണ്ട്. അതിന് ഒരു നിയന്ത്രണമില്ല, ആരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് നിയന്ത്രണത്തോടെ ഈ ടൂറിസം ഇവിടെ വന്നിട്ട് നിർബന്ധമാണ്. ഇവർ വരുന്നവർക്ക് പോകുന്നവർക്ക് ഏതൊരു ഉത്തരവാദിത്തമില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. 2 പേരെ ഇനിയും കാണാനില്ല. അവിടെ മുന്നറിയിപ്പുണ്ടെന്ന് പറയുന്നു. കൃത്യമായി ഓരോ വിനോദസഞ്ചാരിക്കും മനസ്സിലാകുന്ന രീതിയിലാണോ ഈ മുന്നറിയിപ്പ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ ജീവൻ പണയം വെച്ച് ഓരോരുത്തരും വന്നിറങ്ങാനുള്ള ഒരു കാരണം എന്താണ്? അട്ടപ്പാടിയിലേക്ക് പ്രധാനമായും കോയമ്പത്തൂർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് വിനോദസഞ്ചാരികൾ ആനക്കട്ടി വഴിയൊക്കെ കയറി വരുന്നത്. ഈ മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്, അത് തമിഴിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കാര്യമായ രീതിയിൽ അതൊന്നും പരിഗണിക്കാതെ വിനോദസഞ്ചാരികൾ ഇറങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ചിലപ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കണ്ടേക്കാം. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോയമ്പത്തൂർ സ്വദേശികളായ 2 യുവാക്കൾ ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം 3 ദിവസം
ദിവസങ്ങൾക്ക് മുൻപ് ഭവാനി പുഴയിൽ ഇറങ്ങിയത്. ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് വലിയ തെരച്ചിൽ സ്കൂബ സംഘം, അതുപോലെ തന്നെ നാട്ടുകാർ, സിവിൽ ഡിഫൻസ് എല്ലാവരും ചേർന്ന് നടത്തി. പക്ഷേ കണ്ടെത്താനായില്ല. കുന്തിപ്പുഴ മേഖലയിലെ പരിശോധന ഇനി തുടരാനുണ്ട്. അവിടെയും പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്കുള്ളത്. നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു മടുത്തു ക്രിസ്റ്റീന. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ പോലും ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന, കുട്ടികളെ അടക്കം കൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഭവാനിപ്പുഴ ഒരു ചതിപ്പുഴയാണ് എന്ന തരത്തിൽ കാലവർഷത്തിൽ പറയാറുണ്ട്. നിറയെ ചതിക്കുഴികളുള്ള, ചുഴികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടകരമായ ഈ വെള്ളത്തിലിറങ്ങൽ അവസാനിപ്പിക്കണം. ജില്ലാ ഭരണകൂടവും അത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നല്ല ശക്തമായ മഴ പല മേഖലകളിലും ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നോക്കാം ഇനി ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഹെഡ്ലൈൻസ്. You are watching 24 News Headline. ഫസ്റ്റ് ഓൺ 24. എറണാകുളം ആലുവയിൽ വൻ ലഹരിവേട്ട. 50 ലക്ഷം രൂപയുടെ ഹെറോയിൻ പിടികൂടി. അസം സ്വദേശി മക്ബുൾ ഹുസൈൻ എക്സൈസിന്റെ പിടിയിൽ. പിടികൂടിയത് 158 ഗ്രാം ഹെറോയിൻ. വടക്കൻ കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കത്ത് ചോർച്ച വിവാദത്തിനിടെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെ ആരോപണം ചർച്ചയാകും. ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷെർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് PB യോഗം പരിഗണിച്ചേക്കും. MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും പങ്കെടുത്തേക്കില്ല. PB നിലപാട് നിർണായകം. വോട്ടുകൊള്ള ആരോപണം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം തുടർന്ന് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി ബീഹാറിൽ നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് 2ാം ദിവസം. മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർഷി ഗണ്ഡൻ നായർ. നമസ്കാരം.